welcome to my channel Health and Voyage. In the channel തുടങ്ങിയതിനു ശേഷം ഞാൻ ആദ്യമായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നിങ്ങളെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മനീഷ ജോസഫ്. പ്രൊഫഷണലി ഞാനൊരു ടീച്ചറാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ MSc MLD in മൈക്രോബയോളജി ആണ്. അപ്പോൾ എന്താണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ചാനലിൽ കൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ആമുഖം എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമ്മൾ വളരെയധികം മുൻപന്തിയിലാണ് നമ്മുടെ കേരളം. എന്നാൽ നമുക്ക് ദിനംപ്രതി കൂടിക്കൊണ്ടുവരുന്ന സൗകര്യങ്ങൾക്കൊപ്പം തന്നെ കൂടിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ രോഗങ്ങളുടെ എണ്ണം. രോഗങ്ങളുടെ എണ്ണത്തിൽ യാതൊരു കുറവും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടുകളെടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പരിസരത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നോക്കുകയാണെങ്കിൽ സാമാന്യമായി എല്ലാവർക്കും കണ്ടുവരുന്ന രോഗങ്ങളായ ഷുഗർ, ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ റീനൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ കാർഡിയക് പ്രോബ്ലംസ്, ഇതുപോലെയുള്ള അസുഖങ്ങളില്ലാത്ത വളരെ ചുരുക്കം ആളുകളെ ഉള്ളൂ. നമുക്ക് കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വർഷം കൂടുന്തോറും ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ എണ്ണത്തിൽ കൂടിയാണ് വരുന്നത്. അതിന് കുറവല്ല സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ നമുക്കുണ്ടാവുന്നത്? ഒരു പരിധിവരെ ഈ രോഗങ്ങളുടെ ഒക്കെ കാരണം നമ്മുടെ ജീവിതശൈലി മാറി എന്നുള്ളതാണ്. പരമ്പരാഗതമായി പണ്ട് കാലത്തെ ആൾക്കാർ ഒരുപാട് ആയാസം വേണ്ടിവരുന്ന പ്രായോഗികമായിട്ടുള്ള ജോലികൾ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ജോലിയെ, ആയാസകരമായിട്ടുള്ള ജോലിയെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ആയിക്കോട്ടെ, ഇതുപോലെ എല്ലാ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് സൗകര്യങ്ങൾ കൂടിയപ്പോഴാണ് നമുക്ക് കൂടുതൽ രോഗങ്ങൾ വരുന്നത്. നമ്മുടെ ജീവിത രീതിയിൽ ആയാസകരമായ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് വരുന്ന ഒരുപാട് ഇത്തരം രോഗങ്ങളുണ്ടെന്നുള്ളതാണ് ശരിയായ വാസ്തവം. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വരണം? ഞാനൊരു റീസൺ ഇപ്പോൾ പറഞ്ഞു. ഇത് കൂടാതെ വേറെ ഒട്ടനവധി റീസൺസ് ഉണ്ടാവാം എന്തുകൊണ്ട് ഈ രോഗങ്ങൾ വരുന്നു. അതുപോലെ ഇത്തരം രോഗങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ രോഗങ്ങളെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ്, അല്ലേ? എല്ലാവർക്കും രോഗങ്ങൾ കേൾക്കുമ്പോൾ പേടിയാണ്. എന്നാൽ പേടിക്കാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രമാത്രം പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലാത്ത പല രോഗങ്ങളും ഉണ്ട്. നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നമുക്ക് ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. നമുക്കെന്താ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും വരുത്താത്തവരാണ് അതിനകത്ത് ചില രോഗങ്ങളെങ്കിലും. ഇത്തരം രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആരെയായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ ആയിരിക്കാം. എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഹെൽത്ത് സെൻ്റർ ആവാം, അല്ലെങ്കിൽ അതൊരു താലൂക്ക് ഹോസ്പിറ്റലാവാം, ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാവാം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാവാം. ആരും ആയിക്കോട്ടെ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡറുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതും അത് എഫക്റ്റീവായിട്ട് മോണിറ്റർ ചെയ്യുന്നതും. ഇപ്പോൾ റുട്ടീനായിട്ടുള്ള ചെക്കപ്പുകൾ ചെയ്യുന്നു. നമ്മൾ ഇത്തരം മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വമേധയാ ചെയ്യാൻ പറ്റുമോ? ഭൂരിഭാഗം പേരുടെയും വിശ്വാസം നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അറിവില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള നമ്മുടെ ഏറ്റവും ആരോഗ്യ മേഖലയിൽ അറിവില്ലാത്തൊരാൾക്ക് പോലും ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ടെസ്റ്റുകളും അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മളെ ഒരു പരിധിവരെ സഹായിക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സും ഇന്ന് മാർക്കറ്റുകളിൽ സുലഭമായിട്ടുണ്ട്. ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷീൻസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഗ്ലൂക്കോസ്, ഡയബറ്റിസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോമീറ്ററുകളാവാം, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുക, അല്ലേ? സപ്പോസ് ഒരു നേഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാം. സോ ഇവരുടെ സഹായമില്ലാണ്ട് നമുക്ക് ബ്ലഡ് പ്രഷർ നോക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഓട്ടോമേറ്റഡ് ബ്ലഡ് പ്രഷർ മോണിറ്ററിംഗ് മെഷീൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സും നമ്മുടെ മാർക്കറ്റിൽ സുലഭമായിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇതിനെ പറ്റിയുള്ള നോളജ് അല്ലെങ്കിൽ അറിവ് വളരെ കുറവാണെന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസം ഇപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ഇത് പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇതിൻ്റെ ബേസിക് നോളജ് നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇത് മെഷർ ചെയ്യാമെന്നത് വളരെ എളുപ്പമാണെന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീൻസ് ആവശ്യമായിട്ട് വരാം? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ റുട്ടീൻ ചെക്കപ്പ് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. റുട്ടീൻ ചെക്കപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു തവണയോ ഷുഗറോ കൊളസ്ട്രോളോ ബ്ലഡ് പ്രഷറോ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റുകളോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളോ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ലബോറട്ടറികളിൽ പോകുന്ന ആൾക്കാരുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അപ്പോൾ ചിലപ്പം ചിലർ പറഞ്ഞേക്കാം രാവിലെ വീട്ടിൽ നിന്ന് പോയതാണ് ഡോക്ടറെ കാണാൻ വേണ്ടി, വൈകുന്നേരമായി ടെസ്റ്റിന് റിസൾട്ട് കിട്ടി തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഒരു പരിധിവരെ നമുക്ക് ഏറ്റവും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റുട്ടീൻ ചെക്കപ്പുകൾക്ക് നമുക്ക് എടുക്കേണ്ടി വരുന്ന ടൈമാണ്. ടൈം ഒരുപാട് ഇമ്പോർട്ടൻസ് ആണ്. നമ്മളെല്ലാവരും ഭയങ്കര ബിസി വേൾഡിലാണ് ജീവിക്കുന്നത്. ടൈം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ സമയത്തൊരു കാര്യം ചെയ്യാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം കൺസംഷൻ കുറച്ചുകൊണ്ട്
നമ്മൾ ചിലവഴിക്കുന്ന ടൈം കുറച്ചുകൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിലവഴിക്കുന്ന എമൗണ്ട് ക്യാഷ് കുറച്ചുകൊണ്ട് നമുക്ക് ഈ തരത്തിലുള്ള റുട്ടീൻ ചെക്കപ്പുകളുടെ ഭാഗമായിട്ടുള്ള ഒട്ടുമിക്ക ടെസ്റ്റുകളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഡയഗ്നോസിസുകളും നമുക്ക് സ്വന്തമായി ചെയ്യാമെന്നുള്ളതാണ്. ഇതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചുരുക്കം ചില ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയായിരിക്കും ഈ ചാനലിലൂടെ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പ്രധാനമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോസ് വീടുകളിൽ പ്രായമായിട്ടുള്ളവർക്കും മക്കളെ തൊട്ടടുത്തില്ലാത്തവർക്കും ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും. ചില ആൾക്കാർക്ക് നടന്നു പോകാനും ഹോസ്പിറ്റലിൽ വരെ പോകാനൊന്നും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ സഹായകരമാകുന്ന ചില വീഡിയോസ് ആയിരിക്കും ഇനിയുള്ള എപ്പിസോഡുകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോസ് കാണുവാനായിട്ട് നിങ്ങൾ ഉറപ്പായും ചെയ്യേണ്ട കാര്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളതാണ്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാന്നുള്ളതാണ്. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് കറക്റ്റായിട്ട്